തിന്മയെ സപ്പോർട്ട് ചെയ്തു, അത് നന്മയ്ക്കായി പരിണമിച്ചു. അപ്പം തിന്മയെ ഒരിക്കലും ദൈവം സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് ഞാൻ വിശ്വസിച്ചിരുന്നില്ല. പിശാച് എപ്പോഴും പിശാചിൻ്റേതായ കാര്യങ്ങളാണ് ചെയ്യുന്നത്. പക്ഷെ അത് ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ അവിടെ ഉണ്ടായിരുന്നില്ല എന്നായിരുന്നു ഞാൻ വിശ്വസിച്ചിരുന്നത്. പക്ഷെ അത് ഞാൻ ഇന്ന് തിരുത്തുകയാണ്. ദൈവമെല്ലാം ചെയ്യുന്നത് ദൈവം അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. പിശാച് ചെയ്യുന്നത് അതെ ദൈവം അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. അത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടി അത് പരിണമിക്കുന്നു. അപ്പം അതാണെന്ന് എനിക്ക് തോന്നിയൊരു എന്നെ സ്പർശിച്ചൊരു കാര്യം. ദൈവത്തിന് പിശാചിന്റെ പ്രവർത്തനത്തെ പോലും നന്മയ്ക്കാക്കി മാറ്റാൻ പറ്റും. ആ അർത്ഥത്തിലാണ് പൗലോസ്ലീഹ പറഞ്ഞത്, തന്നെ സ്നേഹിക്കുന്നവർക്കും തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്കും ദൈവം എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കും. എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കും എന്ന് പറഞ്ഞെടുത്ത് സെയിന്റ് അഗസ്റ്റിന്റെ കമന്ററി ഇതാണ്, ഈവൻ യുവർ സിൻ, പാപം പോലും നന്മയ്ക്കായി പരിണമിപ്പിക്കുമെന്നാണ് വിശുദ്ധ അഗസ്തീനോസ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. വെള്ളിയാഴ്ച ഇന്നലെ പറഞ്ഞ ഒരു 2 കാര്യങ്ങൾ ഇന്നലെ വീട്ടിൽ പോയതിന് ശേഷം പ്രാവശ്യം മൈൻഡിൽ അത് റിഫ്ലക്റ്റ് ചെയ്യാൻ സാധിച്ചു. അതൊരു പക്ഷേ ഇന്ന് വെള്ളിയാഴ്ച വരാൻ പറ്റാത്തവർക്കൂടെ വേണ്ടിയിട്ട് ഞാനൊന്ന് ഓർക്കുകയാണ്. അതിലൊന്ന്, മുടിയനായ പുത്രൻ്റെ ഉപമയ്ക്കകത്ത് ബ്രദർ പറഞ്ഞു, മുടിയനായ പുത്രനല്ല അതിനകത്തെ ക്ലൈമാക്സ്, ജ്യേഷ്ഠനാണ്. അപ്പം അത് പറഞ്ഞപ്പോഴത്തേക്ക് തന്നെ ശരിക്കും പറഞ്ഞാൽ ഞാൻ വിചാരിച്ചതൊരു ഭയങ്കര പുതിയ സംഭവമാണല്ലോ. കാരണം മുടിയനായ പുത്രനകത്ത് മുടിയനായ പുത്രനാണല്ലോ. പക്ഷെ അത് കഴിഞ്ഞ് പറഞ്ഞപ്പോഴത്തേക്ക് ജ്യേഷ്ഠൻ പറഞ്ഞ 2-3 പോയിന്റ്സ് വളരെ സത്യമാണ്. പിതാവേ, ഞാൻ അങ്ങയുടെ വീട്ടിൽ ഒരടിമയെപ്പോലെ ഇത്രയും നാൾ ജീവിച്ചു. അപ്പോൾ ഒരുപക്ഷെ നമുക്കൊക്കെ പലപ്പോഴും വരുന്ന ഒരു മെൻറ്റാലിറ്റിയാണ്, ആദ്യ വെള്ളിയാഴ്ചയുടെ പ്രാർത്ഥിച്ചില്ലേ, അത് ചെയ്യുന്നുണ്ടല്ലോ. അപ്പം ആ ഒരു മുടിയനായ പുത്രൻ്റെ സ്വന്തം പിതാവിൻ്റെ വീട്ടിൽ താമസിച്ചിട്ട് പോലും ഒരു അടിമയായിരുന്നു അവൻ്റെ ഒരു മനോഭാവം. അവൻ ഒരിക്കലും ഇത്രയും വാത്സല്യമുള്ള പിതാവിൻ്റെ സ്നേഹം അവന് മനസ്സിലായില്ല എന്നുള്ള ഒരു കാര്യം പലപ്പോഴും നമ്മൾ ആ ഒരു കറക്റ്റ് സ്പോട്ടിൽ പലപ്പോഴും നിൽക്കാറുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഒത്തിരി എന്നെ സ്പർശിച്ചു. അപ്പം പിതാവ് പറഞ്ഞത്, എനിക്കുള്ളതെല്ലാം നിനക്കുള്ളതാണല്ലോ. ഒരു വളരെ ഒരു തോട്ട്ഫുള്ളായിട്ടുള്ള അത് ഒത്തിരി നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു സെൻറ്റൻസ് ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഐ എം സ്റ്റിൽ കംപ്ലീറ്റ്ലി നോട്ട് ഗോട്ട് അറൗണ്ട് ഇറ്റ്, സ്റ്റിൽ വെരി വെരി തോട്ട് പ്രൊവോക്കിംഗ്. പിന്നെ രണ്ടാമത് എനിക്ക് പറഞ്ഞത് 5-ാമത്തെ സുവിശേഷം എന്ന് പറഞ്ഞ ഏശയ്യയുടെ സുവിശേഷത്തിൽ അവൻ കണ്ടിട്ടും കാണുന്നില്ല, കേട്ടിട്ടും കേൾക്കുന്നില്ല. അപ്പം അതും എനിക്ക് സംബന്ധിച്ചിടത്തോളം വളരെ ഒരു തോട്ട് പ്രൊവോക്കിംഗ് ആണ്. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്കൊരു പക്ഷേ ഭയങ്കര മോട്ടിവേഷനാണ്. പലപ്പോഴും നമുക്ക് ഇറിറ്റേഷൻ വരുമ്പോഴത്തേക്ക് മേ ബി വി ക്യാൻ റിപ്പീറ്റ് ഇറ്റ്, ദാറ്റ് മേ ബി ഗിവ്സ് എനർജി നോട്ട് ടു റെസ്പോണ്ട്. അപ്പോൾ ഇത് രണ്ടും എനിക്കൊന്ന് വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആണ്. ഒരു പക്ഷേ നിങ്ങൾക്ക് ഇന്നലെ വരാത്തവർക്ക് പക്ഷേ അതിൻ്റെ ഫുൾ കേട്ടാൻ പറ്റിയില്ലെങ്കിൽ ഒരു പക്ഷേ കേൾക്കട്ടെ എന്ന് പറഞ്ഞാൽ ഷെയർ ചെയ്യാൻ ആഗ്രഹിച്ചാണ്. താങ്ക് യു സോ മച്ച്. പ്രൈസ് ദി ലോർഡ്.